Hi, I am Abinas. Amal third year Bcom student. The topic is allowance in income tax. Income tax allowance utilization. First of all, allowance an allowance is defined as a fixed amount of money paid by the employer to his employees in addition to the salary. The employee salary specific amount, fixed amount allowance. This is paid for meeting some specific official and personal expenses of employees. Employees in the official personal expense meet allowance. For example, house rent allowance, tiffin allowance, medical allowance, etc. Income tax allowance in 3 types. One fully taxable allowance and partially exempted allowance. The third one is fully exempted allowance. Tax മുഴുവനായിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള അലവൻസ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് ഈസ് പാർഷ്യലി എക്സംപ്റ്റഡ്. ടാക്സിൽ കുറേ എക്സംഷൻസ് കിട്ടുന്ന അലവൻസാണ് പാർഷ്യലി എക്സംപ്റ്റഡ് അലവൻസ്. ആൻഡ് തേർഡ് വൺ ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ടാക്സ് കൊടുക്കേണ്ടതില്ലാത്ത അലവൻസാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്താണെന്ന് നോക്കാം. The following allowances are taxable in the hands of assessees and thus include their total income. The important taxable allowances are listed below. And first one is dearness allowance, DA. Dearness allowance is the most important type of allowance given by the employer to employees to meet the increased cost of living. അതായത് ഒരു എംപ്ലോയിൻ്റെ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ലിവിങ്, ഹൈ കോസ്റ്റ്, ഇത് ഉയർന്ന സിറ്റീസിലൊക്കെ ഡൽഹി, മുംബൈ പോലുള്ള സിറ്റീസിലൊക്കെ ജീവിക്കുമ്പോൾ സോ അവിടുത്തെ എക്സ്പെൻസ് കൂടുതലായിരിക്കുമല്ലോ. ആ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത്. Such dearness allowance is taxable as salary income in the hands of employees. ഇനി ഡിയർനെസ് അലവൻസിനെ രണ്ടായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, DA ഈസ് എ പാർട്ട് ഓഫ് ടേം ഓഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ പാർട്ടാണെങ്കിൽ ഹിയർ DA ഈസ് ആഡഡ് വിത്ത് ബേസിക് പേ ടു ഡിറ്റർമൈൻ ദ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ് ലൈക്ക് പെൻഷൻ, ഗ്രാറ്റുറ്റി. ആൻഡ് സെക്കൻഡ് വൺ ഈസ് DA ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ടേം ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇൻ ദിസ് കേസ് DA is not considered for determining retirement benefit. And second one is dearness pay. Dearness pay is the amount or allowance paid as per the term of employment. Employment ടൈമിൽ കൊടുക്കുന്ന എമൗണ്ടിനാണ് dearness pay എന്ന് പറയുന്നത്. And the whole or part of dearness allowance is converted in dearness pay, it will become a part of basic salary. ഒരു ബേസിക് സാലറിൻ്റെ പാർട്ടായിട്ടും കണക്കാക്കുന്നുണ്ട്. തേർഡ് വൺ ഈസ് ഫിക്സഡ് മെഡിക്കൽ അലവൻസ്. മെഡിക്കൽ അലവൻസ് ഈസ് ഫുള്ളി ടാക്സബിൾ ഈവൻ ഇഫ് സം എക്സ്പെൻഡിച്ചർ ഹാസ് ആക്ച്വലി ബീൻ ഇൻക്വേർഡ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എംപ്ലോയി ഓർ ഫാമിലി. എംപ്ലോയി അല്ലെങ്കിൽ ഫാമിലിക്ക് മെഡിക്കൽ അലവൻസ് യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എങ്കിലും ഫിക്സഡ് മെഡിക്കൽ അലവൻസിന് ഫുള്ളി ടാക്സിബിൾ ആണ്. ഫോർത്ത് വൺ ഈസ് ടിഫിൻ ഓർ ലഞ്ച് അലവൻസ്. ഇറ്റ് ഗിവ് ടു എംപ്ലോയീസ് ഫോർ ലഞ്ച് ആസ് കൂപ്പൺ ആൻഡ് ആർഡർ ആസ് പാർട്ട് ഓഫ് സാലറി. അത് എംപ്ലോയീസിന് കൂപ്പണായിട്ട് ലഞ്ചിനുള്ള കൂപ്പൺ കൊടുക്കുന്നുണ്ട്. ഈ കൂപ്പണാണ് ടിഫിൻ ഓർ ലഞ്ച് അലവൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ഫുള്ളി ടാക്സബിൾ. And fifth one is servant allowance. It is fully taxable whether or not servant have been employed by the employee. അതായത് എംപ്ലോയീസിന് സെർവൻറ്റിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അലവൻസ് കൊടുക്കാറുണ്ട്. സോ ഈ എംപ്ലോയി സെർവൻറ്റിനെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഈ സെർവൻറ്റ് അലവൻസിന് ടാക്സബിൾ ആണ്. സിക്സ്ത് വൺ ഈസ് നോൺ പ്രാക്ടീസിങ് അലവൻസ്. A doctor who is attached to various laboratories, clinics or medical institution receive any non-practicing allowance, then it is also taxable. Seventh one is warden allowance. Warden allowance is paid to the employee who work as warden or keeper in an institute.
സെക്യൂരിറ്റി ഓർ വാർഡനായിട്ട് നിൽക്കുന്നവർക്ക് കൊടുക്കുന്നതാണ് വാർഡൻ അലവൻസ്. ദിസ് അലവൻസ് ഈസ് ഓൾസോ സബ്ജക്റ്റ് ടു ടാക്സ്. Next one is enduring allowance. Enduring allowance is an allowance provided by an employee instead of final allowance. Enduring allowance is fully taxable. Next one is project allowance. If an employer provides allowance to employees to liquidate a project's expense, then it is called project allowance. പ്രൊജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന അലവൻസ് ആണിത്. സോ ഇറ്റ് ഈസ് ഫുള്ളി കംപ്ലീറ്റ്ലി ടാക്സബിൾ ആണ്. Next one is overtime allowance. When an employee works for extra hours over and above his normal hours of duty. സാധാരണ നോർമൽ അവേഴ്സിനേക്കാൾ കൂടുതൽ എംപ്ലോയി വർക്ക് ചെയ്യുകയും അതിന് എംപ്ലോയർ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഓവർ ടൈം അലവൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ആണ്. നെക്സ്റ്റ് പറയുന്നത് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. ദിസ് അലവൻസ് ഇസ് പെയ്ഡ് ടു എംപ്ലോയീസ് ഹു ആർ പോസ്റ്റഡ് ഇൻ ബിഗ് സിറ്റീസ്. അത് വലിയ വലിയ സിറ്റീസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. ദ പർപ്പസ് ഈസ് ടു കോമ്പൻസേറ്റ് ദ ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ സിറ്റി ലൈക്ക് ഡൽഹി, മുംബൈ എക്സെട്ര. അത് ബിഗ് സിറ്റീസിൽ താമസിക്കുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്. അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് സാധാരണ പ്ലേസിനേക്കാൾ കൂടുതലാവുമല്ലോ. സോ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ ആണ്. ആൻഡ് അതർ അലവൻസ്, there may be several other allowance like family allowance, marriage allowance, education allowance and holiday allowance etc., which are not covered under specifically exempt at category, so are fully taxable. So